കോഴിക്കോട് കോൺഗ്രസ് ഹർത്താലിനിടെ അക്രമ പരമ്പര മഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ സർവീസ് തടയാനെത്തിയ കോൺഗ്രസുകാരെ ജീവനക്കാർ പ്രതിരോധിച്ചു. ഇതോടെ കോൺഗ്രസുകാരും ബസ് ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളിയായി. മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താലിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞു. കോഴിക്കോട് നിന്ന് ബെൻസനോട് വിശദാംശങ്ങളുമായി. ബെൻസൺ, സമാധാനപരമായ ഹർത്താൽ എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ആദ്യ മണിക്കൂറുകളിൽ അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടതല്ല. ഈ സംഘർഷ സമാന സാഹചര്യം തുടരുകയാണോ? ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ. നമുക്കറിയാം, ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുണ്ടായി. ആ സംഘർഷങ്ങൾ ഉണ്ടായത് CPIഎമ്മിന്റെ നേതൃത്വത്തിലാണ് സംഘർഷങ്ങൾ ഉണ്ടാക്കിയത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹർത്താലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഏകദേശം 6 മണി മുതൽ 10 മണി വരെ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളോ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ ഇല്ലാത്ത രീതിയിലായിരുന്നു സമരം മുൻപോട്ട് പോയത്. എന്നാൽ പിന്നീട് ഏകദേശം 10 മണിയോട് കൂടി വലിയ രീതിയിലുള്ള അക്രമ സമരത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ്, അതായത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾ, ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ തടയാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ബസ് ജീവനക്കാർ കൂട്ടം ചേർന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എതിർക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ അതൊരു വലിയ സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോയി. തുടർന്ന് കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോവുകയുമായിരുന്നു. തുടർന്നാണ് വലിയ രീതിയിൽ പോലീസ് എത്തുകയും ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനും പിരിച്ചുവിടാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഏകദേശം 11 മണിയോട് കൂടി തന്നെ DCCയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധ ജാഥ DCCയിൽ നിന്നും ആരംഭിച്ച് കോഴിക്കോട് നഗരഹൃദയത്തെ വലം വെച്ച് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുകയായിരുന്നു. അതുകൂടി എത്തിച്ചേർന്നതോടുകൂടി ഈ ഒരു സമരത്തിന്റെ രൂപം മാറുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ രീതിയിൽ ആളുകൾ സമരത്തിലേക്ക് എത്തിച്ചേരുകയും വലിയ പ്രവർത്തക പങ്കാളിത്തത്തോടു കൂടി വലിയ അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് കണ്ടു. നിരവധി കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നിരവധി സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ഈ കടകളെല്ലാം തന്നെ അടപ്പിക്കുകയും അതുപോലെ തന്നെ നിരവധി സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ തടയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ആ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നിരവധി ഈ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് പരിസരത്തും അകത്തുമായി നിരവധി കടകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ഈ പ്രവർത്തകർ ഇടിച്ചു കയറി ഷട്ടറിടാൻ ശ്രമിക്കുകയും ചില ലോട്ടറി കടകളിൽ കയറി ലോട്ടറി അടക്കം വലിച്ചു കയറി എറിയുന്നതടക്കമുള്ള കാഴ്ചകൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുമായി വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും KSRTC അടക്കമുള്ള ബസ്സുകൾ തടയാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ വലിയ ഒരു അക്രമ പരമ്പരയ്ക്ക് തന്നെ സാക്ഷിയായി. ഇതിനിടയിൽ നമ്മൾ DCC പ്രസിഡന്റിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് സമാധാനപരമായിരിക്കും, ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് ഇവർ പറയുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് കണ്ടത്. കോഴിക്കോട് നഗരഹൃദയത്തിൽ മാത്രമല്ല, കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ മുക്കമടക്കമുള്ള പ്രദേശങ്ങളിൽ നിർബന്ധപൂർവ്വം കടകളടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇതൊരു ഞായറാഴ്ചയാണ്. ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ ഈ ഒരു സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം 4 മണി 4:30 കൂടിയാണ് ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇത്ര വലിയ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് അല്ലെങ്കിൽ തുറന്ന സമരത്തിലേക്ക് ഇത് പോകുമെന്നുള്ള പ്രതീക്ഷ ആളുകൾക്കോ ജനങ്ങൾക്കോ പോലീസിനോ തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സുഗമമായിട്ടുള്ള രീതിയിൽ സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ സാധാരണ ദിവസം പോലെ തന്നെ ഈ ഒരു ദിവസം മുൻപോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബസ് ജീവനക്കാരടക്കമുള്ള ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു രാവിലെ തന്നെ സാധാരണഗതിയിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയും സ്വൈര്യ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് ഏകദേശം 10 മണിയോട് കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടന്നതോടുകൂടി കുറിപ്പൂർവ്വം വാഹനങ്ങൾ തടഞ്ഞിടുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ ഇപ്പോൾ ഈ KSRTC ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലുമായി ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. കുറെ ദൂരത്തേക്ക് യാത്ര ചെയ്യേണ്ട ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആൾട്ടർനേറ്റ് യാത്രാ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ പോലീസിനൊരു അപാകത സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പോലീസിന്റെ നിഗമനത്തിൽ ഇത്ര വലിയൊരു തുറന്ന സമരത്തിലേക്ക് ഇത് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നില്ല. ഇത്ര വലിയൊരു തുറന്ന സമരത്തിലേക്ക് പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ മറ്റൊരു ആൾട്ടർനേറ്റീവ് സംവിധാനം ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല. നമുക്കറിയാം, ഇതിന് മുൻപ് കണ്ടിട്ടുള്ള വലിയ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ ഹർത്താലുകൾ ഉണ്ടാകുമ്പോൾ ഈ മറ്റ് യാത്രക്കാരെ, അതായത് ദീർഘദൂര യാത്രക്കാരെ, അങ്ങനെ റോഡിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളെ അവരുടെ യഥാസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ആൾട്ടർനേറ്റീവ് സംവിധാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പോലീസ് വാഹനത്തിലൊക്കെ കയറ്റിവിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സംവിധാനം ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല. കാരണം ഇത്ര വലിയ ഒരു സമരത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിൽ ഈ ആളുകൾ വഴിയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. അവരെ
യഥാസ്ഥാനത്ത് എത്തിക്കാനുള്ള യാത്രാ സംവിധാനങ്ങൾ ഇനി ഒരുക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വലിയ കടകൾ, തുണിക്കടകളെല്ലാം തന്നെ അകത്തു കയറി അടിച്ചു തകർക്കാനുള്ള ശ്രമമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ നിലവിൽ അക്രമങ്ങൾക്ക് ഒരു കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. ഏകദേശം 1 മണിക്ക് DCCയുടെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. 6 മണി വരെ സമരം തുടരുമെന്ന് തന്നെ പറയുന്നു. ഇതേ പൾസോടുകൂടി സമരം തുടരുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്രത്തോളം തന്നെ ആക്രമണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഭാഗികമായിരുന്ന സമരം ഇപ്പോൾ പൂർണ്ണമാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ KSRTC ബസ്, അതുപോലെ തന്നെ സ്വകാര്യ ബസ് അടക്കമുള്ള വാഹനങ്ങളാണ് തടയുന്നത്. കടകൾ അടപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വകാര്യ വാഹനങ്ങൾ, ആളുകളുടെ ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ അടക്കമുള്ളവ നിലവിൽ തടയുന്നില്ല. സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക് കടക്കാൻ കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആതിര. ശരി, ബെൻസനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.